പ്രിയപ്പെട്ട സുഹൃത്തേ, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ആദ്യമായി റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം നമുക്ക് പരിചയപ്പെടാം. അധ്യായം 3. സാമ്പത്തിക പാഠങ്ങൾ എന്തിന് പഠിക്കണം? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മൈക്ക് പിതാവിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ചുമതല 1990 ഏറ്റെടുത്തു. മൈക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ പിതാവ് നടത്തിയിരുന്നതിനേക്കാൾ ഭംഗിയായി കാര്യങ്ങൾ നടത്തി. വർഷത്തിൽ 1-2 തവണ ഞങ്ങൾ ഗോൾഫ് കോഴ്സ് കളിക്കുന്ന വേളയിൽ പരസ്പരം കണ്ടു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ സമ്പന്നരായിരുന്നു അവനും അവൻ്റെ ഭാര്യയും. എൻ്റെ ധനികനായ പിതാവിൻ്റെ ബിസിനസ് സാമ്രാജ്യം അർഹതപ്പെട്ട മഹത്തായ കരങ്ങളിൽ എത്തി. മൈക്ക് ഇപ്പോൾ അവൻ്റെ പിതാവ് എങ്ങനെയാണോ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് അതുപോലെ തൻ്റെ മകനെ വളർത്തിയെടുക്കുകയാണ്. തനിക്ക് ശേഷം തൻ്റെ ബിസിനസ് ചുമതല ഏൽപ്പിക്കാൻ. 1994 എൻ്റെ 47ാമത്തെ വയസ്സിൽ ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു. എൻ്റെ ഭാര്യയ്ക്കപ്പോൾ വയസ്സ് 37. ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നാൽ ജോലി ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്നല്ല ഞങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കിയത്. അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന അത്യാപത്തുകളെ ഒഴിവാക്കുക എന്നതായിരുന്നു. ഞങ്ങൾക്ക് ജോലി ചെയ്യാതിരിക്കാം. ഞങ്ങളുടെ സമ്പത്ത് തനിയെ വളർന്നുകൊണ്ടിരിക്കും. നാണ്യപ്പെരുപ്പത്തെയും മറികടന്ന് സ്വയം വളരാൻ വേണ്ടത്ര വലിപ്പം ആസ്തികൾക്കുണ്ടായിരുന്നു. ഒരു മരം നട്ടു വളർത്തുന്ന പോലെയാണ്. വർഷങ്ങളോളം അതിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു ദിവസം അതിന് നിങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാതാകും. അതിൻ്റെ വേരുകൾ സ്വയം വെള്ളം തേടിപ്പിടിക്കാവുന്ന ആഴത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് തണൽ വിരിച്ചു നൽകും. തൻ്റെ ബിസിനസ് സാമ്രാജ്യം നയിച്ചു കൊണ്ടുപോകാൻ മൈക്ക് തീരുമാനിച്ചപ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ ചോദിക്കും, എനിക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്, അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്, അവർ എങ്ങനെ തുടങ്ങണം. അതിനായി നല്ല പുസ്തകങ്ങൾ എന്തെങ്കിലും എനിക്ക് നിർദ്ദേശിക്കാനുണ്ടോ? അവരുടെ കുട്ടികൾ അവർ എങ്ങനെ വിജയത്തിന് സജ്ജരാക്കണം? വിജയിക്കാനുള്ള രഹസ്യം എന്താണ്? ഞാൻ എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഞാൻ ഒരിക്കൽ എഴുതിയ ഈ ലേഖനത്തെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും ധനികരായ ബിസിനസ്സുകാർ. ചിക്കാഗോയിലെ എഡ്ജ് ബീച്ച് ഹോട്ടലിൽ 1923 മഹാത്മാരായ നേതാക്കളും ധനികരായ ബിസിനസ്സുകാരും ഒരു യോഗം നടത്തി. ഏറ്റവും വലിയ ഒരു സ്റ്റീൽ കമ്പനിയുടെ തലവൻ ചാൾസ് ഷവാബ്, ലോകത്തെ ഏറ്റവും വലിയ പൊതുസേവദായക സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സാമുവൽ ഇൻസൺ, ഏറ്റവും വലിയ ഗ്യാസ് കമ്പനിയുടെ തലവൻ ഹോവാർഡ് ഹോബ്സൺ, അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഇൻ്റർനാഷണൽ മാച്ച് കമ്പനിയുടെ പ്രസിഡന്റ് ഇവാൻ റീഗർ, ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൻ്റെ പ്രസിഡന്റ് ലിയോൺ ഫ്രസിയർ, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രസിഡന്റ് റിച്ചാർഡ് വിറ്റ്നി, ഓഹരി കച്ചവടക്കാരനായ ആർതർ കോട്ടൺ, ജെസി ലിവർമോർ, പ്രസിഡന്റ് ഹാർഡിങ്സിൻ്റെ ക്യാബിനറ്റ് അംഗം ആൽബർട്ട് ഫാർ എന്നിവർ അന്നത്തെ യോഗത്തിൽ ഉൾപ്പെടുന്നു. 25 വർഷത്തിന് ശേഷം മേൽപ്പറഞ്ഞവരിൽ 9 പേരുടെ അവസാനം ഇങ്ങനെയായി. കടം വാങ്ങിയ പണം കൊണ്ട് 5 വർഷക്കാലം ജീവിച്ച ശേഷം നയാം പൈസ ഇല്ലാത്തവനായി ഷവാബ് മരിച്ചു. ഇൽസർ റീഗർ കോട്ടൺ എന്നിവർ മരിക്കുമ്പോഴും പാപ്പരായിരുന്നു. ഹോബ്സൺ മാനസിക രോഗിയായിത്തീർന്നു.
വിറ്റ്നിയും ആൽബർട്ട് ഫാളും അപ്പോൾ ജയിലിൽ നിന്ന് മോചിതരായതേയുണ്ടായിരുന്നു. ഫ്രേസറും ലിവർമോറും ആത്മഹത്യ ചെയ്തു. ഇവർക്ക് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവർ യോഗം ചേർന്നത് 1923 അതായത് 1929 വിപണി തകർച്ചയ്ക്കും കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനും മുൻപ്. ഈ ആളുകളെയും അവരുടെ ജീവിതത്തെയും ആ സാമ്പത്തിക തകർച്ച വലുതായി സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന വസ്തുത ഇതാണ്: ഈ മനുഷ്യർ അഭിമുഖീകരിച്ചതിനേക്കാൾ ദ്രുതമാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഈ മനുഷ്യർ അഭിമുഖീകരിച്ച ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും സമാന്തരമാകാവുന്ന ഒട്ടേറെ വളർച്ചയും തകർച്ചയും അടുത്ത 25 വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് ഞാൻ സംശയിക്കുന്നു. കൂടുതൽ പേരും അവരുടെ പണത്തിലാണ്, അല്ലാതെ അവരുടെ സമ്പത്തിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം ആ രീതിയിലുള്ളതാണ്. കാലത്തിനനുസരിച്ച് മാറാൻ സജ്ജരും മാറ്റങ്ങളെ കൺതുറന്ന് കണ്ട് പഠിക്കാൻ തയ്യാറുമാണ് ആളുകളെങ്കിൽ അവർക്ക് ലോകത്തുണ്ടാക്കാവുന്ന മാറ്റങ്ങളിലൂടെ കൂടുതൽ ധനികരാകാം. പണം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നുവെങ്കിൽ ഇവരുടെ മുന്നോട്ടുള്ള പാത സുഗമമായിരിക്കില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. ബുദ്ധി പ്രശ്നങ്ങളെ പരിഹരിക്കുകയും പണം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിയില്ലാതെ ഉണ്ടാകുന്ന പണം വളരെ വേഗം നഷ്ടപ്പെടും. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിലല്ല, നിങ്ങൾക്ക് എത്ര പണം സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിലാണ് കാര്യം. ഇക്കാര്യം തിരിച്ചറിയാൻ പലരും മറന്നുപോകുന്നു. ലോട്ടറി അടിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദരിദ്രരായ അവർ ഒരു സുപ്രഭാതത്തിൽ ധനികരാകുന്നു, കുറെ കഴിയുമ്പോൾ വീണ്ടും ദരിദ്രരാകുന്നു. അവർ ലക്ഷങ്ങൾ നേടുന്നു, പക്ഷേ വളരെ വേഗം അവർ അവരുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. അതുകൊണ്ട് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ധനികനാകാം എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ നൽകുന്ന മറുപടി അവരെയെല്ലാം നിരാശരാക്കുന്നു.